നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജീവാഹനം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ വാജീവാഹനം ഒരിക്കലും കയ്യിൽ വച്ചുകൂടാത്ത ഒരു വസ്തുവാണ് അല്ലേ. അത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് മറ്റൊരു പ്രത്യേകത, ഇന്ന് മകരവിളക്കാണ്. ഓരോ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചും ഇന്ന് വളരെ പ്രധാനപ്പെട്ട അയ്യപ്പന്റെ ഒരു പുണ്യ ദിവസമാണ്. ഇന്ന് നിരവധി ഭക്തരാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ കൃത്യമായിട്ട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ശബരിമലയിൽ ഇന്നവിടെ മകരജ്യോതി തെളിയും വൈകുന്നേരത്തോട് കൂടിയിട്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വളരെ നിർണായകമായിട്ടുള്ള ശബരിമല കൊള്ളയിലെ അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളും SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മണ്ഡലമാസം കഴിയുന്നതോടുകൂടി തന്നെ ഏകദേശമുള്ള പ്രതികളെയും കള്ളന്മാരെയൊക്കെ തന്നെ പിടികൂടുമെന്ന് നമ്മളൊക്കെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ മണ്ഡലമാസം കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതിനോടകം ഒരുവിധം പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇനിയും ഉണ്ടെങ്കിൽ അവരെയും പിടികൂടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ള ആളുകളെ പോലെ തന്നെ നമ്മളും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ SIT അവരെ പിടികൂടട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഏതായാലും ഇന്ന് പുറത്തു വരുന്നത്, ഇന്ന് അയ്യപ്പന്റെ വാജീവാഹനം നമുക്കറിയാം, ഏതൊരു ക്ഷേത്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയുള്ള പ്രതിഷ്ഠ, ഏത് ഭഗവാനാണ് അവരുടെ വാഹനത്തെയാണ് ഈ വാജീവാഹനം എന്ന് പറയുന്നത്. ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അമ്പലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓരോ ദൈവത്തിനും, ഓരോ ഭഗവാനും, ഓരോ ദേവതയ്ക്കും ദേവനൊക്കെ ഓരോ മൃഗത്തെ ആയിരിക്കും. ഇപ്പോൾ അയ്യപ്പൻ അത് കുതിരയാണ്. കുതിരയുടെ രൂപത്തിലായിരിക്കും ഈ ഒരു വാജീവാഹനമുള്ളത്. അത് കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതാവുക എന്ന് പറയുന്നത് കൊടിമരം അവിടെ മാറ്റുന്ന സമയത്താണ് ഇത് കാണാതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അന്നും തന്ത്രി പറഞ്ഞിരുന്നു, ഇത് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്രയും കാലങ്ങളായിട്ട് അത് തിരിച്ച് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിരുന്നില്ല. അവിടെയാണ് ഒരു സംശയം ഉയരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ SIT സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ട് റെയ്ഡും പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നാണ് ഈ ഒരു വാജീവാഹനം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി, രാത്രിയോട് കൂടിയിട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വാജീവാഹനം കുറച്ച് വർഷങ്ങളായിട്ട് ശബരിമലയിൽ ഇല്ലാത്ത അയ്യപ്പന്റെ വാജീവാഹനം ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് SIT കണ്ടെത്തിയിട്ട് അത് കോടതിയിൽ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 11 കിലോ ഭാരമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിട്ടുള്ള, പുറമെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഒരു വാജീവാഹനമാണിത്. ഇപ്പോൾ അത് സുരക്ഷിതമായി തന്നെ ശബരിമലയിൽ ശബരിമലയല്ല, കോടതിയിൽ ഇപ്പോൾ അത് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് SIT ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട്. കാരണം ഈ ഒരു വാജീവാഹനം തന്ത്രി അവിടെ നിന്ന് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന് ചില തരത്തിലുള്ള തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ചിലര്, ഒരു വിഭാഗം, ഒരു ക്ഷേത്രങ്ങളിലുള്ള തന്ത്രിമാരൊക്കെ തന്നെ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിലെ ഒരു കൊടിമരത്തിന്റെ മുകളിലാണ് ഇതുണ്ടാവുക. അപ്പൊ ഈ കൊടിമരം പൊളിക്കുമ്പോൾ ഇതിന് മുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു വാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സൂക്ഷിക്കാൻ മാത്രം, നമ്മൾ പറയും ഭഗവാന്റെ പിതൃസ്ഥാനത്താണ് ഈ തന്ത്രിമാരെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ആ ഒരു എന്തെങ്കിലും അവിടെ അറ്റകുറ്റപ്പണികളോ മറ്റെന്തെങ്കിലും നടക്കുന്ന സമയങ്ങളിൽ മാത്രം അത് തന്ത്രിക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതും കൃത്യമായിട്ട് തന്നെ തന്ത്ര സമുച്ചയം 10ാം അധ്യായത്തിൽ പറയുന്നുണ്ടെന്നാണ് മറ്റു ക്ഷേത്രങ്ങളിലുള്ള ഇതുപോലെ ജോലി ചെയ്യുന്ന തന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും അവിടെ നിന്ന് മോഷ്ടിച്ച് അല്ലെങ്കിൽ കാണാതെ എടുത്തുകൊണ്ട് വന്നു എന്ന് നമുക്കവിടെ പറയാൻ പറ്റുമോ ചോദിച്ചില്ല. ഏതായാലും അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ സുരക്ഷിതമായിട്ട് കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടിച്ചു മാറ്റി അവിടുന്ന് തന്ത്രി മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്കതിനെ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശാസ്താവിന്റെ നേരത്തെ പറഞ്ഞ പോലെ കുതിരയാണ് ഈ ഒരു വാജീവാഹനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 1971 ഈ ഒരു കൊടിമരം നിർമ്മിച്ചിട്ടുണ്ട്. അത് പൊളിച്ച് പിന്നീട് 2017 പുതിയ കൊടിമരം സ്ഥാപിച്ചത്. നമുക്കറിയാം 2019 ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 2017 പുതിയ ഒരു കൊടിമരം അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ആ ആദ്യത്തെ കൊടിമരത്തിന്റെ ഉൾവശം കോൺക്രീറ്റ് ആയിരുന്നു. പിന്നീട് അത് 2017 ഫെബ്രുവരി 17 അത് പൊളിച്ചത്. ഇദ്ദേഹത്തിന്റെ അന്നും തന്ത്രി കണ്ഠര് രാജീവരായിരുന്നു. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പല കർമ്മങ്ങൾ, നമുക്കറിയാം അമ്പലത്തിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരുപാട് പൂജകളും നീണ്ടു നിൽക്കുന്ന പൂജകളും
കുറെ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരുപാട് പൂജകളും അതുപോലെ തന്നെ പല കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ആ കൊടിമരം അവിടെ നിന്ന് അന്ന് പുതുതായിട്ട് പണിയാനായിട്ട് അവിടെ നിന്ന് പൊളിച്ചപ്പോൾ അവിടെ നിന്ന് അന്ന് ആചാരപ്രകാരം ഔദ്യോഗികമായിട്ടാണ് ഈ പറയുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര് രാജീവർക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് 2017 കൈമാറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ അതിന് 1971 മുതൽ അത്രയും പഴക്കമുള്ളതാണ് ഈ ഒരു വാജി വാഹനം എന്ന് പറയുന്നത്. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വീട്ടിലാണ് ഈ സംഭവം. അപ്പോൾ ഇവിടെ സ്വർണ്ണക്കൊള്ളയുടെ കേസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പലരും പറഞ്ഞിരുന്നു ഈ വാജി വാഹനം അത് ഹൈദരാബാദിൽ എത്തിച്ചോ, മറ്റുള്ള സ്വർണ്ണങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, ഇതും അങ്ങോട്ടേക്കാണോ ഇനി കൊടുത്തയച്ചിരിക്കുന്നത്, ഇതും എവിടെയാണ് എന്നുള്ളത് കാണാനില്ലല്ലോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഈ കണ്ഠര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല അത് തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അത് മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു സംശയം, ഈ ഒരു വർഷങ്ങളുടെ ഇടയിൽ ഇദ്ദേഹം ഇത് ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ട് തിരിച്ചു കൊണ്ട് വേറെ വന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കാം. കാരണം ഇത്രയും വർഷത്തിനിടയിൽ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത് പൂജാമുറിയിൽ. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതിനിടയിൽ ഒരു തിരിമറി ഈ ഒരു വാജി വാഹനത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം. അത് പിന്നെ ഫോറൻസിക് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിയാലായിരിക്കും, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമായിരിക്കും ആ വാജി വാഹനം തന്നെയാണ് ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും ഇന്ന് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും ഇത് വളരെ നിർണായകം തന്നെയാണ്. ഇനി SIT കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഹൈക്കോടതി SITക്ക് മേൽ ചുമത്തുന്നത്. അപ്പോൾ SIT ഹൈക്കോടതി വിമർശിക്കും തോറും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നു, കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നു. അപ്പോൾ തന്ത്രിയിൽ വന്ന് ഈ ഒരു അറസ്റ്റ് നടപടികൾ നിൽക്കുകയാണ്. ഇനി തന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്ത്രിയാണ് അവസാന വാക്ക്, അല്ലെങ്കിൽ ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആര് എന്നതാണ് ഇനി അവശേഷിക്കുന്ന അവസാന ചോദ്യം. ഇനി പലരും ഇതിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, ഇനി തന്ത്രിയിൽ നിന്ന് നേരെ മന്ത്രിയിലേക്കോ എന്നുള്ളൊരു കമന്റ് പലരും പങ്കുവെക്കുന്നുണ്ട്. അതാണ് ഇവർ ഉറ്റു നോക്കുന്നത്. ദൈവതുല്യൻ ഇനി തന്ത്രിയിൽ അവസാനിക്കുന്നോ ദൈവതുല്യൻ, അതോ ഇനിയും ദൈവതുല്യൻ ഇതുവരെ അറസ്റ്റിലായിട്ടില്ലയോ? പക്ഷേ ഇടത് അനുകൂലികൾ പറയുന്നത് ശബരിമലയിൽ ഏറ്റവും അവസാന വാക്ക് തന്ത്രിയാണ്. അപ്പോൾ പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാർ ഒരു ഇടതുപക്ഷ നേതാവാണ്. ഇടതുപക്ഷ നേതാക്കൾക്ക് ഒരിക്കലും അവർ മനുഷ്യനെ ദൈവതുല്യനായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരൊരിക്കലും മന്ത്രിയെ ഒരു ദൈവതുല്യനായിട്ട് വിശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ താൻ ദൈവതുല്യനായിട്ട് കണ്ട ഒരു വ്യക്തി ഇതിന് പിന്നിലുണ്ടോ എന്ന് പറയുകയോ അതൊരു മന്ത്രിയെ ഉദ്ദേശിച്ച് ഒരിക്കലും പത്മകുമാർ അങ്ങനെ പറയില്ല. മറിച്ച് തന്ത്രിയാണ് അദ്ദേഹം ദൈവതുല്യനായിട്ട് ഉദ്ദേശിച്ചത്. തന്ത്രിയാണ് ഇവിടുത്തെ ദൈവതുല്യൻ എന്ന് ഇടത് അനുകൂലികൾ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എന്താണ് SITയുടെ നിർണായകമായ നീക്കം? അടുത്ത അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത വിക്കറ്റ് തെറിക്കുന്നത് ആരുടേതാണ് എന്നാണ്. അടുത്ത ശങ്കരദാസ് അദ്ദേഹത്തിനെയാണ് ഇപ്പൊ കോടതി അടക്കം പറഞ്ഞിരിക്കുന്നത് വേഗം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ അദ്ദേഹം ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ, ഒരു ഫോട്ടോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഫോട്ടോയൊക്കെ നമുക്ക് പുറത്തോട്ട് കാണുമ്പോൾ അദ്ദേഹം വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് കിടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു SP ആയതുകൊണ്ടാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വൈകിക്കുന്നതൊക്കെയാണ് കോടതി വളരെ രൂക്ഷമായി തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഇത്രയും കിടപ്പിലായ ഒരു മനുഷ്യനെയാണോ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യം വരും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നത് നമ്മൾ ഉറ്റുനോക്കിയാണ്. നിർണായകമായ നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി തന്ത്രിയുടെ മൊഴി, തന്ത്രി ആർക്കൊക്കെ എതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വളരെ വരും മണിക്കൂറുകളിലും വരും നിമിഷങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. പിന്നെ ഇന്ന് ചിലപ്പോൾ കുറച്ച് മുൻപ് ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് വന്നിരുന്നു, ഇന്നലെ അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഘം ശബരിമലയിൽ എല്ലാ തവണ പേട്ടത്തുള്ളലിനായിട്ട് എത്തുന്ന ഒരു സംഘമുണ്ട് അമ്പലപ്പുഴയിൽ നിന്നുള്ള, അതിൽ ഏറ്റവും മുതിർന്ന ചില ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പോലീസിന് അവിടെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിടിച്ച് തള്ളുകയോ എന്തോ ചെയ്തു തിരക്ക് വന്നപ്പോൾ. അതുകൊണ്ട് അദ്ദേഹം 18ാം പടിയിൽ നിന്ന് വീണ് കാൽമുട്ടുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള ചില 1-2 മാധ്യമത്തിലൂടെയാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. അത് എത്രത്തോളം ആ വിഷയത്തിൽ
ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്നറിയില്ല. ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. അത് ശബരിമല അന്വേഷണത്തിലും ഇന്ന് പലരും ജാമ്യ ഹർജികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കിടക്കുന്നവരെല്ലാവരും ജാമ്യത്തിന് ഹർജി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരാൾക്ക് പോലും കോടതി ജാമ്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾക്കും നൽകിയിട്ടില്ല. എല്ലാവരും അവിടെ തന്നെ കിടക്കുകയാണ്. മണ്ഡലമാസത്തില് അയ്യപ്പൻ കൃത്യമായിട്ട് തന്നെ ഇതിനുള്ളൊരു ശിക്ഷ കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതൊക്കെ ഓരോ വിശ്വാസികളെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊക്കെ തന്നെ വളരെ ഞെട്ടലാണ്. കാരണം ഇപ്പൊ വിശ്വാസികൾ തന്നെ ആവണമെന്നില്ല, ഓരോ കേരളത്തിലുള്ള ഓരോ ആളുകൾക്കും. കാരണം ശബരിമല എന്ന് പറയുന്നത് അത്രയേറെ പുണ്യ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയൊരു കൊള്ള, അതും ഒരു ഒന്നോ രണ്ടോ ആളല്ല, ഒരു വിഭാഗം ചേർന്ന് അതിനൊക്കെ ഒത്താശ നൽകിക്കൊണ്ട് ഒരു വലിയ കൊള്ള നടക്കുന്നു. നമ്മളൊന്നും അത് അറിയുന്നില്ല. സാധാരണക്കാരായിട്ട് അവിടെ എത്തുന്ന ഭക്തരൊന്നും തന്നെ അറിയുന്നില്ല. പക്ഷെ പിന്നീട് ഇതിന്റെ ഓരോ തുമ്പായിട്ട് പുറത്തു വന്നപ്പോൾ കൂട്ടത്തോടെ എല്ലാവരും അങ്ങ് അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും ഇതിന് പിന്നിൽ ഓരോ കണ്ണികൾ അങ്ങോട്ടും ഉണ്ടെങ്കിൽ അവരും എന്തായാലും അറസ്റ്റിലാവണം, അല്ലേ? മാത്രമല്ല തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഒരിടത്തും നടത്താൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു കൊള്ള എന്ന് പറയുന്നത്. കാരണം ഓരോ മത സ്ഥലങ്ങളും, ഇപ്പോൾ അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അതൊക്കെ തന്നെ വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസം ഇല്ലാത്തവർ അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ച് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അവിടെ ദർശനം നടത്താനും, അല്ലെങ്കിൽ ഇപ്പോൾ പള്ളികളാണെങ്കിൽ അവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും മതവിശ്വാസികൾക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത്. അല്ലാതെ അവിടെ എത്തുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടും അവിടെയുള്ളവരെ പറ്റിച്ചുകൊണ്ടും അവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ പേരായിട്ട് ഇടുന്ന ഒരു വഴിപാട് അത് എടുത്തു മാറ്റി പുട്ടടിച്ച് അല്ലെങ്കിൽ സ്വന്തം കീശയിലിട്ടിട്ട് ആവരുത്. തീർച്ചയായിട്ടും വിശ്വാസികളുള്ളവർ മാത്രം അവിടെ ഇരുന്നാൽ മതി. അത്ര തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നെല്ലും പതിരും ഒക്കെ തിരിഞ്ഞു വരട്ടെ. ആരാണോ തെറ്റ് ചെയ്തവർ അവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ. ഈ ഭക്തർക്കുണ്ടായ ഒരു മുറിവ് അത് വേഗം തന്നെ പരിഹരിക്കപ്പെടട്ടെ.